ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിലിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും. അപ്പൊ നമ്മളുടെ പ്രിയങ്കരനായ നമ്മളുടെ NVG മാഷിന്റെ വീട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. NVG മാഷ് ഇങ്ങനെ നല്ല രസകരമായിട്ട് നല്ല നർമ്മം നിറഞ്ഞ രീതിയിൽ ഇങ്ങനെ സംസാരമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ എന്ത് രസമാണ് അല്ലേ? കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇമ്പമേറിയ സംസാരമാണ് നമ്മുടെ മാഷിന്റെ. അപ്പൊ മാഷിന്റെ പ്രിയ പത്നി ലീല ചേച്ചി നമ്മളിങ്ങനെ വന്നപ്പോൾ തൊട്ടിങ്ങനെ ഭയങ്കര സ്നേഹപൂർവ്വം ഭയങ്കര പെരുമാറ്റമാണ്, സന്തോഷത്തോടും ചിരിച്ചും കളിച്ചും പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ ടീച്ചർ ഒരുപാട് നമ്മളോട് ഇങ്ങനെ കൂടെ ഇരിക്കുകയാണ്. അപ്പൊ ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ മധുരമിഠായിയിലെ ഫാമിലി ആയിട്ടാണ് എല്ലാവരും പരിചയപ്പെടുത്തുന്നത്. കാരണം ഫാമിലികളെ കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം. എന്തായാലും മാഷിന്റെ പ്രിയ പത്നി ലീല ചേച്ചിയെയും മധുരമിഠായിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. ലീല ചേച്ചി ഒരു പ്രത്യേകത കേട്ടോ, അന്നത്തെ കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ആ കല്യാണത്തിന്റെ രസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചു നോക്കാം അല്ലെ. പ്രിയ പത്നിയെ കൂടി നമ്മുടെ NVG മാഷിന്റെ കൂടെ പഴയ PT മാഷിനോടൊപ്പം അല്ലെ പഴയ PT മാഷിനോടൊപ്പം ചേർന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നമസ്കാരം, മധുരമിഠായി ചാനലിലേക്ക്. എൻ്റെ പേര് ലീല, NVG മാഷയുടെ ലീല ഗോപാലനും കൂടി കൂട്ടിച്ചേർക്കും. എൻ്റെ വീട് കാരാകുറിശി. എൻ്റെ അച്ഛൻ്റെ പേര് കുഞ്ഞിരാമഗുപ്തൻ, അമ്മ ലക്ഷ്മി അമ്മാള്, പൂക്കാലി എന്ന വീട്ടുപേര്. അതിൽ ഞങ്ങൾ 2 മക്കള്, 2 പെൺമക്കളാണ്. മൂത്ത കുട്ടിയാണ് ഞാൻ. എനിക്ക് അനിയത്തി ചന്ദ്രിക. അങ്ങനെ ഒരു ചെറിയ കുടുംബം. കല്യാണം കഴിച്ചത് NVG മാഷയുടെ വീട്ടില് ഒരു വലിയ കുടുംബം. 1966 മെയ് 21 ശുഭമുഹൂർത്തത്തില് വീട്ടിൽ വെച്ച്. ഓർമ്മ പറഞ്ഞൊരു ചെറിയ പ്രായമാണ് എനിക്ക്. അതിന്റെ പക്ഷെ വീട്ടിൽ വെച്ചിട്ട് അന്നേത്തെ നിലയ്ക്കുള്ള നാടൻ പന്തല്, ഒരു നാടൻ രീതിയിലുള്ള 66 എനിക്ക് തോന്നുന്നത് ആഘോഷങ്ങൾ 4 ദിവസം നീളുന്ന ആഘോഷങ്ങളായിരുന്നു അല്ലെ? പണ്ട് അത് 4 ദിവസത്തെ കല്യാണമാണ്. 4 ദിവസം. അത് എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് ആദ്യത്തെ ദിവസം നമ്മൾ പറയില്ല, കല്യാണം കെട്ടിന് അവിടേക്ക് വരും, വീട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക് വരും. ആദ്യത്തെ ദിവസം അവിടുന്ന് കല്യാണം കെട്ട് കഴിഞ്ഞ് സദ്യ കഴിഞ്ഞു. അത് കഴിഞ്ഞ സദ്യ. അതൊക്കെ പഴയ ചടങ്ങ് പ്രകാരം ഓണപ്പട, അങ്ങനെ കുറച്ച് ആചാരങ്ങളുണ്ട്. ഞങ്ങളുടെ കാരണന്മാർക്കൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള പഴയ ആചാരത്തോട് കൂടിയിട്ട് തന്നെ കല്യാണം. കല്യാണത്തിന് ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ ഈ പന്തലുമായിട്ട് ബന്ധപ്പെടുത്തി പന്തൽ പണി അതൊക്കെ നമ്മുടെ അന്നൊക്കെ പിന്നെ കൂട്ടായ പരിശ്രമമാണ്, അല്ലാണ്ട് ഇന്നത്തെ മാതിരി. പക്ഷെ അതിന് കാര്യം ചേച്ചി പറഞ്ഞായിരുന്നു, ഓല. അതെ, അത് ഒരു കല്യാണം, ഈ പന്തലിടാൻ ഒരു പ്രത്യേക പനയുടെ ഓലയുണ്ട് ചെറിയത്. അത് വന്ന് മെടഞ്ഞിട്ടാണോ? അത് മെടയൊന്നും വേണ്ട, അതിങ്ങനെ ഏത് ഇതിൽ വേണമെങ്കിൽ വെക്കാം. അത് കല്യാണത്തിന്റെ മണ്ഡപം മാത്രം 4 കാലൊക്കെ വെച്ച് ഒന്നും കൂടി അലങ്കരിച്ച് അതില് നറുപ്പറ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഒരു ബ്രഹ്മനും പാല ഒരു അന്നദാശ ഇവരുടെ ഒരു ചടങ്ങ്, ഒരു ഇതാണ് അത്. അങ്ങനെയാണ് എന്റെ ഓർമ്മ. ഇപ്പോ അതെ, ശിവപാർവതി അങ്ങനത്തെ ഉള്ള ഒരു പിന്നെ സങ്കല്പാണ് അതൊക്കെ. ബ്രഹ്മനും പാല അങ്ങനെ 2 ഇത് വെക്കും. നല്ല മുഹൂർത്തം നോക്കി നമ്മുടെ നിലത്ത് ആ സ്ഥലത്ത് വെക്കും. അത് നമ്മൾക്കുള്ള ഇതിന്റെ അത് നല്ല സമയം നോക്കിയിട്ട് പിന്നെ നമുക്ക് പണിക്കര് നമ്മുടെ മുഹൂർത്തോല ജാതകത്തിന്റെ മുമ്പേ, കല്യാണത്തിന്റെ മുമ്പ് ഒരു മുഹൂർത്തോല കൊണ്ടുവന്ന് തരലുണ്ട്. പിന്നെ പൊൻവെക്കുക പറഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ട്. ആദ്യം കല്യാണം കെട്ടുന്നതിന്റെ മുമ്പേ വീട്ടിൽ നിന്ന് ആൾക്കാർ, കുറച്ച് സ്ത്രീകൾ വന്ന് നമുക്കൊരു സ്വർണത്തിന്റെ ഒരു ചെയിനിടും. അത് കുറച്ച് ദിവസം ഉണ്ട് അവിടെ, ഒരു 6-7 ദിവസം. അത് പൊൻവെക്കുക. അത് നമ്മളുടെ ആരൊക്കെ വരുന്നത്? അത്
കല്യാണം കഴിക്കുന്ന വരന്റെ വീട്ടിലത്തെ പെങ്ങന്മാര് അതൊരു ആചാരമാണ്. അതൊരു ആചാരം. അതങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഇതൊക്കെ ഈ ഫസ്റ്റ് ദിവസമാണ്. ഫസ്റ്റ് ദിവസം ഇതൊക്കെ ചെയ്ത് അപ്പൊ രാവിലെ നമ്മള് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമ്പോ ഏകദേശം ഒരു ഉച്ച കഴിയും അല്ലേ? സദ്യ തുടങ്ങണ അത് മുഹൂർത്തത്തിനനുസരിച്ച്. പണ്ട് ഇപ്പൊ നമ്മളുടെ സൗകര്യം മറ്റേതങ്ങനെയല്ല. എപ്പോഴാ മുഹൂർത്തം വെച്ചാൽ അതിനനുസരിച്ച് അത് ഇത്രയും ദൂരത്തുനിന്ന് നടന്നു വന്നിട്ടാണ്. കാരാക്കുറിശി ഇതുവരെ നടന്നു വന്നു. ഇവര് നാദസ്വരമൊക്കെ ഈ കൊട്ടി ഇവര് വന്നിരുന്നത്. കുറച്ച് ആൾക്കാരുണ്ട്. പാടവും തോടും അല്ല പുഴയും ഒക്കെ നല്ല അല്ല അപ്പൊ ചെറുക്കനും നടന്നെ ഒപ്പം നടക്കണം. ഒപ്പം നടന്നു വരുന്നു. ചെറുക്കന് കുടം പിടിക്കാൻ അളിയനുണ്ടാവും. അപ്പൊ ഒന്നാമത്തെ ദിവസം അങ്ങനെ ഗംഭീരമായിട്ട് നടന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം അതെ അങ്ങനെ അന്നത്തെ ആ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മറ്റു ബന്ധുക്കളൊക്കെ വീട്ടിലേക്ക് മടങ്ങും. കല്യാണം കഴിച്ച് അവരവിടെ നിന്നു. പെണ്ണിന്റെ വീട്ടില് പിന്നെ ബാക്കി മുതലൊക്കെ ഒരാചാരം അയലൂണ് കഴിക്കാന് ഇവിടെ അവിടെ നിന്ന് തന്നെ ആൾക്കാർ വരും. അവരതിനെന്തൊക്കെ ഒരു പൈസ എന്തൊക്കെ ഒരു ചടങ്ങുണ്ട്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ വരും. അന്നൊരു സദ്യ അങ്ങനത്തെ കഴിഞ്ഞ് 4-ാം ദിവസം രാവിലെ വീണ്ടും 4-ാം കല്യാണം. നാലാമത്തെ അങ്ങനെയുണ്ട്. ഇവിടുന്ന് ആൾക്കാർ വന്ന് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. എന്തൊക്കെ ചെയ്യും. അതില് താക്കോല് എന്തൊക്കെ മുണ്ടിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല് അങ്ങനെ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കുക. നമ്മളെ കുളിപ്പിക്കാൻ വരിക എന്നാണ്. എന്നിട്ട് ഇവരുടെ ഡ്രസ്സ് നമ്മളെ ഇടിക്കുക. ഇവര് കൊടുക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഇന്നത്തെ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഒരു ഓണപ്പട തരല് പുടവ കൊടുക്കുക ഞങ്ങളുടെ ഇതിലില്ല. എന്നിട്ട് ഈ 4-ാമത്തെ ദിവസം ഈ ചെറുക്കന്റെ വീട്ട് അപ്പൊ 4-ാമത്തെ ദിവസം ഇവര് ചെറുക്കന്റെ വീട്ടുകാര് വരുന്ന ആൾക്കാര് കുറച്ച് ആൾക്കാര് വരും. അത് അച്ഛനമ്മ ഉണ്ടാവും അല്ല ചെറുക്കൻ അച്ഛനമ്മ അവരെ വരില്ല. അവരൊക്കെ വരും. അവരൊക്കെ വന്നിട്ട് ഈ വീട്ടിൽ ഒരു പുടവ തരും. പുടവ തന്ന് ആ പുടവ എന്നിട്ട് നമ്മളിങ്ങോട്ട് നമ്മളെ കൂട്ടി പിന്നെ അവരുടെ കൂടെ നടന്ന് തിരിച്ച് ഈ വീട്ടിലെത്തുമ്പോഴേക്ക് ഉച്ചസദ്യ തുടങ്ങാം. അപ്പൊ ആ സമയത്തായിരിക്കില്ലേ ആദ്യമായിട്ട് ചെറുക്കന്റെ വീട് കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെ. ഞാനച്ച ചെറുക്കനെ കണ്ടതും കല്യാണം ദിവസം ഇന്നത്തെ കാണല് അതൊരു പുതിയ തമാശയാണ്. പുതിയ വാർത്ത. അത് സത്യം പറഞ്ഞാല് കല്യാണം കഴിക്കാൻ വരുമ്പോഴാണ് ചെറുക്കന് സത്യം പെണ്ണുകൾ കാണുന്നത് തന്നെ. അപ്പോഴാണ് ഈ ചെറുക്കനാണ് എന്റെ ചെറുക്കനെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ശരിക്കും സംഭവിച്ചത്. എനിക്ക് അങ്ങനെ ചെമ്പകം പൂവിട്ട ഇടവഴിയോരത്ത് ഒടുവിലായി തമ്മ